ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി ഒമിനി MPF വണ്ടിയാണ്. അപ്പോൾ ഇതിന് തീരെ വലിവ് കിട്ടുന്നില്ല, അതാണ് ഈ വണ്ടിയുടെ കംപ്ലൈന്റ്. അപ്പോൾ കസ്റ്റമർ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളൊക്കെ ഓൾറെഡി മാറിയിട്ടുണ്ട്, എന്നിട്ടും അതേ കംപ്ലൈന്റ് തന്നെയാണെന്നാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് വണ്ടി സ്റ്റാർട്ട് തീരെ വലിവില്ല, അതായത് ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് നമ്മൾ കയറ്റമൊക്കെ കയറുമ്പോൾ തൊമ്മിയാണ് വണ്ടി കയറുന്നത്. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ആ ഒരു എഞ്ചിൻ ഇങ്ങനെ മിസ്ഫയർ ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കാം. നമ്മളിപ്പോ സീറ്റും കാര്യങ്ങളും എല്ലാം അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീഡിയോയിൽ കറക്റ്റ് കിട്ടുമോന്ന് അറിയില്ല. എഞ്ചിൻ ഇങ്ങനെ തുള്ളി 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 നല്ല വൈബ്രേഷനിലാണ് എഞ്ചിൻ നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള തുള്ളലുണ്ട് എഞ്ചിന്, നോക്കിയാൽ മനസ്സിലാവും. പറഞ്ഞാണ് എഞ്ചിൻ നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഈ സൈലൻസറിന്റെ ഭാഗത്ത് ഒന്ന് പോയി നോക്കാം. ഇതിന്റെ സൈലൻസറിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. സൈലൻസറിന്റെ ഭാഗത്ത് നമ്മൾ കൈ ഇങ്ങനെ വെക്കുന്ന സ്ഥലത്ത് ഒരു സിലിണ്ടർ ഇങ്ങനെ അടിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ടക് 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 എന്നുള്ള ഒരു ഫീൽ നമുക്ക് കേൾക്കാം. ഓൾറെഡി ഇതിന്റെ സൈലൻസർ പൊട്ടി കിടക്കുന്നുണ്ട്. ആ ഒരു വലിയ ഫീല് നമുക്ക് ഇതിനകത്തോട്ട് സൗണ്ട് കൂടുതലായിട്ട് കിടക്കുന്നുണ്ട്. ഇതിനകത്ത് സൗണ്ട് കിട്ടുമോ എന്നുള്ളത്, വെളിയിൽ ക്യാമറയിൽ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഈ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ടക് 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 എന്നുള്ള ഒരു സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സ്പാർക്ക് പ്ലഗ് ഓൾറെഡി പുതിയതാണെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് സ്പാർക്ക് പ്ലഗിലോട്ട് കറണ്ട് വരുന്നുണ്ടോ എന്നുള്ള ഭാഗമാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 3 കോഡ് വയർ നമുക്ക് കറണ്ട് വരുന്നുണ്ടോ നോക്കണം. അതിനുവേണ്ടി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ട് പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് ഈ കോഡ് വയർ ഇങ്ങോട്ട് ഊരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പാർക്ക് പ്ലഗ് ഊരുന്ന സമയത്ത് എഞ്ചിൻ നല്ല രീതിയിൽ മിക്സ് ആവുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് തന്നെ സ്പാർക്കും വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു കോഡ് വയർ അഴിച്ചപ്പോൾ കറക്റ്റായിട്ട് സ്പാർക്ക് വരുന്നുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് കൊടുക്കാം. ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്പാർക്ക് പ്ലഗിന്റെ കോഡ് വയർ നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അഴിച്ചു നോക്കാം. അഴിക്കുന്ന സമയത്ത് ഇവിടെ സ്പാർക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. എഞ്ചിന് ഊരുന്ന സമയത്ത് എഞ്ചിന് വ്യത്യാസവും വരും. നോക്കിയത് ഈ 2 സിലിണ്ടറും കറക്റ്റ് വർക്കിങ്ങിലാണ് നിൽക്കുന്നത്. നമുക്ക് മൂന്നാമത്തേത് അഴിച്ചു നോക്കാം. സ്റ്റാർട്ട് ചെയ്തേ. മൂന്നാമത്തെ കോഡ് വരെ നമ്മളിപ്പോ അഴിച്ച് വിടുമ്പോ ഒരു ഫീലും കിട്ടുന്നില്ല. മീൻസ് ഇതിനകത്ത് നിന്ന് സ്പാർക്ക് വരുന്നതായിട്ടുള്ള ഒരു ഫീലും ഇതിനകത്ത് ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടോട്ട് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് സ്പാർക്കേ വരുന്നില്ല. ഓക്കെ, അപ്പൊ വണ്ടി നമുക്ക് എന്തായാലും ഓഫ് ചെയ്യാൻ വേണ്ടി നോക്കിയത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു സ്പാർക്ക് അടിക്കുന്നത് നമ്മൾ വിട്ടിട്ടുണ്ട്. ഇതില് ഒരു സ്പാർക്കും വരുന്നില്ല. ഈ ഭാഗത്തായിട്ട് നമ്മളിവിടെ ഒരു സ്പാർക്ക് അടിക്കുന്ന നമ്മളിപ്പോ കണ്ടു. ഈ ഭാഗത്തോട് നോക്കിയാൽ ഇവിടെ ഒരു സ്പാർക്ക് അടിക്കുന്ന വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഈ കോഡ് വയറിന് പൊട്ടലുണ്ട്. ഈ കോഡ് വയർ വഴി സ്പാർക്ക് വരുന്നുണ്ട്. ഓക്കെ, ഈ സ്പാർക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ സ്പാർക്ക് വരുന്നുണ്ട്. മീൻസ് പ്ലഗിലോട്ട് കറണ്ട് വരുന്നില്ല, ഇവിടെ വരെ കറണ്ട് വരുന്നുണ്ട്. ഈ കോഡ് വയർ തന്നെയാണ് നമ്മളിപ്പോ അഴിച്ച കോഡ് വയർ തന്നെയാണ്. ഓഫ് ചെയ്ത് പിടിച്ചേ. നമ്മളിപ്പോ അഴിച്ച കോഡ് വയർ തന്നെയാണ് ഇവിടുന്ന് സ്പാർക്ക് വന്നേക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ ഈ ഒരു കോഡ് വയറിൽ കറണ്ട് വരുന്നതേ ഇല്ല. ഓൾറെഡി ഇവിടെ ബ്രേക്കാണ് ഈ ഒരു കോഡ് വയർ.
ഓൾറെഡി ഇവിടെ ബ്രേക്കാണ്, മീൻസ് ഇതിൽ ടച്ചായി ഇവിടെ ഈ കോഡ് വയർ ബ്രേക്ക് ആയി പോയതാണ്. അപ്പൊ ഇവിടുന്ന് സ്പാർക്ക്, അതായത് മീൻസ് ഇത് മൂന്നാമത്തെ സിലിണ്ടറിലോട്ടുള്ള സ്പാർക്കാണ്, കോഡ് വയർ ആണ് വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ കറണ്ട് വരാത്തതിന്റെ കാരണം ഇവിടുന്ന് ബ്രേക്ക് ആയിട്ട് നേരെ ഈ ബോഡിയിലോട്ട് ടച്ചായിട്ട് എർത്ത് പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സ്പാർക്ക് പ്ലഗിലോട്ട് കറണ്ട് വരാത്തതാണ്. അതിന്റെ കംപ്ലൈന്റ് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പൊട്ടി പോയിട്ടുണ്ട്. ഇത് നോക്കിയാലേ മനസ്സിലാവും. ഇവിടുന്ന് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ്, ഇതായത് ഇവിടെ ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ഈ ഒരു സപ്പോർട്ട് ഇവിടെ വരേണ്ടതാണ്. ഇപ്പൊ ഈ ഒരു സപ്പോർട്ട് ഇവിടെ കൊടുത്താൽ മാത്രമേ കറക്റ്റ് ഇവിടെ ഒരയാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ കൊടുക്കാണ്ട് നേരെ താഴെ കിടന്നപ്പോൾ വണ്ടിയുടെ വൈബ്രേഷനിൽ ഈ ഒരു ഭാഗം, ഈ സ്പാർക്ക് പ്ലഗിന്റെ ഈ കോഡ് വയർ ഇവിടെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ഇത് കട്ടായി നേരെ എർത്തിലോട്ട് കറണ്ട് ബോഡിയിലോട്ട് കറണ്ട് പോയിട്ട് സ്പാർക്ക് കറണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് സ്പാർക്ക് പ്ലഗിൽ കറണ്ട് കിട്ടാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ സിലിണ്ടർ വർക്ക് ചെയ്യാത്തതിന്റെ കാരണം ഈ ഒരു കോഡ് വയർ ആണ് വർക്ക് ചെയ്യാത്തതിന്റെ കാരണം. നമുക്കൊരു പഴയ കോഡ് വയർ ഒന്ന് ഇട്ട് നോക്കാം. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുനിന്ന് ജമ്പ് ആവുന്ന നമുക്ക് ഒന്നുകൂടെ നോക്കാം. പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കോഡ് വയർ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ സ്പാർക്ക് വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കിയാൽ നല്ല രീതിയിലുള്ള സ്പാർക്ക് ഇവിടുന്ന് വരുന്നത്. മീൻസ് അതിനർത്ഥം ഈ ഒരു കോഡ് വയർ ബ്രേക്ക് ആയി പോയതാണ്. അപ്പോ ഈ കോഡ് വയർ നമുക്ക് മാറ്റിയിട്ടിട്ട് വണ്ടിയുടെ മിസ്സിങ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ മെയിൻ കോഡ് വയർ എല്ലാം ബ്രേക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടോട്ട് നോക്കിയാലും മനസ്സിലാവും. അപ്പൊ കോഡ് വയർ ഫുള്ളായിട്ട് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു കോഡ് വയർ പഴയതൊന്ന് ഇട്ട് നോക്കാം. നമ്മളിപ്പോൾ പഴയ ഒരു കോഡ് വയർ എടുത്തിട്ടുണ്ട്. ഒന്ന് കംപ്ലൈന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഇതിന്റെ കോഡ് വയറും കാര്യങ്ങളെല്ലാം പുതിയത് മാറി വെക്കത്തുള്ളൂ. കാരണം ബാക്കിയുള്ള കോഡ് വയറിനെല്ലാം പൊട്ടലും കാര്യങ്ങളും ഉണ്ട്. നമുക്കിത് മൂന്നാമത്തെ സിലിണ്ടറിലോട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ മൂന്നാമത്തെ സിലിണ്ടറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും എഞ്ചിന് ഇല്ല. മീൻസ് ഈ ഒരു സിലിണ്ടർ പോയതിന്റെ ആ ഒരു ഇപ്പോ ആ സെയിം മിക്സിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ട അതേ സെയിം മിക്സിംഗ് ഇപ്പോൾ എഞ്ചിനുണ്ട്. നമ്മളിത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു മിക്സിംഗ് പോകുന്നുണ്ട്. അപ്പോൾ ഈ കോഡ് വയർ ആയിരുന്നു മെയിനായിട്ട് വന്ന ഒരു വിഷയം. അപ്പൊ നമ്മളിപ്പോ ഈ കോഡ് വയർ മാറി. അപ്പൊ ഇതിനകത്ത് ഈ കോഡ് വയർ പൊട്ടാനുള്ള മെയിൻ കാരണം നമ്മളിപ്പോ കണ്ടതാണ്. ഈ ഒരു കോഡ് വയർ ഇവിടെ ക്രാക്ക് ആയിട്ട് ഇരുന്നത്. മീൻസ് ഈ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് ഈ ഒരു ഹുക്ക് വന്നിട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ മുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ ഇത് ഊരി താഴെ കടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് എഞ്ചിന്റെ വൈബ്രേഷനിൽ ഇരിക്കുന്നത് കിടന്ന് ഉറയാൻ തുടങ്ങും. ഉറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ കോഡ് വയർ പൊട്ടിയിട്ട് മിസ്സിങ് കാര്യങ്ങളും എല്ലാം വരാൻ തുടങ്ങും. അപ്പോൾ മെയിനായിട്ട് ഇത് പൊട്ടാനുള്ള കാരണം ഇവിടെ ഈ ഒരു ക്ലാമ്പ് ഇവിടെ അല്ലാതെ പോയതാണ് ഇതിന് വന്ന ഒരു കാരണം. ഇതിപ്പോ കറക്റ്റായിട്ട് നമ്മളിപ്പോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോഡ് വയറും കാര്യങ്ങളും നമുക്ക് മാറണം. അപ്പൊ ഇത് നമ്മൾ ആ കംപ്ലൈന്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പഴയ കോഡ് വയർ ഇട്ടേക്കുന്നത്. അപ്പൊ ഇനി കോഡ് വയറും കാര്യങ്ങളും എല്ലാം നമുക്ക് മാറേണ്ടതായിട്ടാണ്. അപ്പോൾ ഈ കോഡ് വയർ പോകുന്ന ഭാഗങ്ങൾ, അതുപോലെ വയറിങ് പോകുന്ന ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് ഹുക്ക് ചെയ്യേണ്ട ഭാഗങ്ങളാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഹുക്ക് ചെയ്ത് വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ എഞ്ചിൻ വൈബ്രേഷൻ വരുന്ന സമയത്ത് ഇതുപോലെ ബോഡിയായിട്ട് പറഞ്ഞിട്ട് ഷോർട്ട് വരെ ഈസിയും വരെ ഷോർട്ടായി പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വയറിങ് ആകുമ്പോൾ. ഇതിന് കോഡ് വയറിനെ സംബന്ധിച്ച് ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ സ്പാർക്ക് പ്ലഗിലോട്ട് കറണ്ട് പോകത്തില്ല. അപ്പോൾ പുതിയ സ്പാർക്ക് പ്ലഗ് മാറി എന്ന് പറഞ്ഞാലും സ്പാർക്ക് പ്ലഗിലോട്ട് കറണ്ട് പോയാൽ മാത്രമേ നമുക്ക് എഞ്ചിൻ ആ ഒരു സിലിണ്ടർ ഫയർ ആവത്തുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ സിലിണ്ടർ ഫയർ ആവാതെ വന്നതിന്റെ കാരണം ഈ കോഡ് വയർ ബ്രേക്കായി പോയതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ കണ്ടാണ് മൂന്നാമത്തെ സിലിണ്ടർ മിസ്ഫയർ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ നമ്മൾ ആ മൂന്നാമത്തെ സിലിണ്ടർ ഊരിയ സമയത്ത് ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. ഊരിയ സമയത്ത് നമ്മൾ ആ ബോഡിയിലോട്ട്, ആ ഡിസ്ട്രിബ്യൂട്ടറിന് താഴത്തെ ബോഡിയിലോട്ട് സ്പാർക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പൊ നോക്കിയ സമയത്ത് ഈ വയർ ബ്രേക്ക് ആയി കിടക്കും. ഈ വയർ ബ്രേക്ക് ആവാനുള്ള കാരണം ഇതിൽ മൗണ്ട് ചെയ്തേക്കുന്ന ആ ക്ലിപ്പ് കറക്റ്റായിട്ട് മൗണ്ടിങ്ങിൽ അല്ലാതെ നേരെ താഴെ വീണ് എഞ്ചിന്റെ ബോഡിയിലോട്ട് ടച്ചായി വണ്ടി ഓട്ടത്തിനനുസരിച്ച് വൈബ്രേഷൻ ആയിട്ട് അങ്ങനെയാണ് ഈ കോഡ് വയർ പൊട്ടാനുള്ള കാരണം. അപ്പൊ ഈ നമ്മൾ ഈ വയർ വലിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ കോഡ് വയർ മെയിൻ വയറുകളൊക്കെ പോകുന്ന സമയത്ത് ക്ലാമ്പ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ആ ക്ലാമ്പ് ഇട്ട് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വൈബ്രേഷൻ ആകുമ്പോഴത്തേക്ക് മെയിൻ വയർ ഒക്കെ ആണെങ്കിൽ ഷോർട്ടായിട്ട് ഈസിയും വരെ കത്തിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാരുതി സുസുക്കി ഒമിനിയുടെ എഞ്ചിൻ മിസ്ഫയർ, അതുപോലെ തന്നെ തീരെ വലിവില്ലാത്ത, അതായത് 2 സിലിണ്ടർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, മൂന്നാമത്തെ സിലിണ്ടർ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു തീരെ വലിവില്ലാത്ത ഒരു അവസ്ഥ വന്നത്. അപ്പോൾ മിസ്ഫയറിങ് തന്നെയാണ് വണ്ടിക്ക് വന്നേക്കുന്നത്. അപ്പോൾ
കോഡ് വെയർ കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് പുതിയത് മാറേണ്ടതായിട്ടുണ്ട്. കാരണം മെയിൻ കോഡ് വെയർ വരെയും ബ്രേക്കായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ മാരുതി സുസുക്കി ഒമിനിയുടെ MPF വണ്ടിയുടെ മിസ്സിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.